എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഫുഡ് നോട്ട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ഇന്നും ഒരു ഓണം സ്പെഷ്യൽ റെസിപ്പി തന്നെയാണ്, അവിയലാണ്. അപ്പോൾ ഇന്ന് അവിയൽ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. പെട്ടെന്നുള്ള റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. കാര്യം ഓണത്തിന് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാക്കണ്ടേ. നിങ്ങളുടെ കയ്യിൽ എന്തൊക്കെ വെജിറ്റബിൾസ് ഉണ്ടോ അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പാവയ്ക്ക സാധാരണ നമ്മുടെ ആ പ്രദേശങ്ങളിലേക്ക് യൂസ് ചെയ്യാറില്ല. ഇപ്പം ഞാനിവിടെ എടുത്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് കറിവേപ്പില, നല്ല പച്ചക്കറിവേപ്പില വേണം. വഴുതനങ്ങ അത് നിങ്ങൾ അരിയുമ്പോൾ വെള്ളത്തിലേക്ക് അരിയണം, അതല്ലെങ്കിൽ കറുത്ത് പോകും. പിന്നെ ഞാൻ പച്ചമുളക് അത് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുകയാണ്. വെജിറ്റബിളാണെന്ന് തെറ്റിദ്ധരിച്ച് ആരും പച്ചമുളകിൽ കടിച്ച് അവിയലിൻ്റെ രസം കളയണ്ട എന്ന് വിചാരിച്ചു. പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത്, 2 തക്കാളിക്ക അരിഞ്ഞത്, അതുപോലെ തന്നെ കുമ്പളങ്ങ വളരെ പ്രധാനമാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, അത് ഒഴിവാക്കരുത്. കോവയ്ക്ക, അതുപോലെ തന്നെ പടവലങ്ങ, പിന്നെ ഉള്ളത് ഒരു ചെറിയ ഉരുളക്കിഴങ്ങ്, പിന്നെ ചേന, അത് അമരപ്പയറെന്നോ തൊമരപ്പയറെന്നോ ഒക്കെ പറയും. ഇത് വളരെ ട്രഡീഷണലായിട്ടുള്ളതും നല്ലതുമാണ്, അതുകൊണ്ടാണ്. മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, പിന്നെ ഞാൻ തൈരൊരൽപ്പം എടുത്ത് വെച്ചിട്ടുള്ളത് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ അരപ്പെന്ന് പറയുന്നത് ഒരൽപ്പം കൊച്ചുള്ളിയും നല്ലപോലെ തേങ്ങ വേണം. പിന്നെ ഇത്രയത്തിന് ഞാൻ ഒരു ടീസ്പൂൺ ജീരകം, അതിനൂടെ നല്ല പച്ചക്കറിവേപ്പില. പിന്നെ അരപ്പരയ്ക്കുമ്പോൾ ഉപ്പ് ചേർക്കണമെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. ഉരുളി അടുപ്പേ വെച്ചിട്ടുണ്ട്, തീ കത്തിച്ചു. ഞാനൊരൽപ്പം എളുപ്പത്തിന് വേണ്ട ചൂടുവെള്ളം അങ്ങ് ഒഴിക്കുന്നത് കേട്ടോ, സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച്. ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചു. 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾ പൊടി. നന്നായിട്ട് തിളയ്ക്കട്ടെ. നമുക്ക് അവിയലിൻ്റെ കളറൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ആദ്യം തന്നെ വെജിറ്റബിൾ കറക്റ്റായിട്ട് കളർ പിടിക്കാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇപ്പം അങ്ങ് ഇടുക. നമുക്ക് അരപ്പിനകത്ത് പിന്നെ ചേർക്കാം, പക്ഷേ ഈ വെജിറ്റബിൾ വേകുമ്പം ഒരല്പം ഉപ്പ് രസം പിടിക്കാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ആദ്യമായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് അങ്ങ് ഇടാം. കാരണം ആ പച്ചമുളകിൻ്റെ എരിയും കൂടെ ആ വെള്ളത്തിനകത്തെല്ലാം പിടിച്ച് വെജിറ്റബിളിനകത്ത് കറക്റ്റായിട്ട് പിടിക്കും. അപ്പോൾ ഇനി വേവ് നോക്കിയാണ് നമ്മൾ ഓരോ സാധനം ഇടുന്നത്. ആദ്യമായിട്ട് കുമ്പളങ്ങ, ചേന, വെള്ളരിക്ക, വഴുതനങ്ങ, ക്യാരറ്റ്, പിന്നെ ഈ അമരപ്പയർ, പിന്നീട് പടവലങ്ങ, കോവയ്ക്ക, പിന്നെ പൊട്ടറ്റോ. ഇതെല്ലാം ഒന്ന് ഒതുക്കി വയ്ക്കാം. മുകളിലെ തക്കാളിക്ക ഇടാം. മുരിങ്ങയ്ക്കായ്ക്ക് കുറച്ച് വേവ് കുറവാണ്, വെന്ത് കലങ്ങി പോകാൻ പാടില്ല. അതുകൊണ്ടൊരു കുറച്ച് വെന്തതിന് ശേഷമേ ഞാൻ സാധാരണ മുരിങ്ങയ്ക്ക ഇടാറുള്ളൂ. പിന്നെ നമ്മൾ അരപ്പിനകത്ത് അരയ്ക്കുമെങ്കിലും ഇതിനകത്ത് 2-3 കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം, ഇത് ഒരുപാട് വലിയ തീ വേണ്ട, ഒന്ന് അടച്ചു വയ്ക്കുക. ഇത് നന്നായിട്ട് ആവി വരാൻ തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളിതുവരെ വെച്ചിരുന്ന മുരിങ്ങയ്ക്കായും കൂടി ഇട്ട് കൊടുക്കാം. മുരിങ്ങയ്ക്ക പൊട്ടിപ്പോകാതെ ശ്രമിക്കണം. പൊട്ടിപ്പോയി കഴിഞ്ഞുണ്ടല്ലോ ഓരോന്ന് കമ്പും കോലും പോലെ ഇങ്ങനെ കിടക്കും കഴിക്കുന്ന അവിയലിനകത്ത്. അതുകൊണ്ട് അത് പൊട്ടാതെ കിടക്കാനായിട്ടാണ് ഒരു പരിധി കഴിയുമ്പോൾ നമ്മളിത് ഇടുന്നത്. ഇനി അത് വേകട്ടെ. അവിയലിൻ്റെ കൂട്ടെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് കുക്ക്ഡാണ്. ഓവർ കുക്ക്ഡായി കുഴഞ്ഞു പോകാനും പാടില്ല, എന്നാൽ വേകാതിരിക്കാനും പാടില്ല. അതുകൊണ്ട് വെള്ളം നോക്കണം, ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കാവൂ. അതല്ലെങ്കിൽ ആ വെജിറ്റബിളിൻ്റെ വെള്ളവും നമ്മൾ ആദ്യം ഒഴിച്ചു കൊടുത്ത വെള്ളത്തിനകത്തും കിടന്നത് വേകും. ഒന്ന് തുറന്ന് നോക്കാം. വെജിറ്റബിളൊക്കെ ഒരുവിധം വെന്തിട്ടുണ്ട്. അവിയലിന് കുഴഞ്ഞു പോകരുതെന്നാണ് പ്രമാണം. ഇപ്പോൾ ഇച്ചിരി കുഴഞ്ഞു പോയാലും നമ്മളങ്ങ് സാരമില്ല, ഞാൻ പറയുവാണ്, ശ്രദ്ധിച്ച് ചെയ്യുന്നത് നല്ലത്. ഇത് നല്ല പരുവത്തിന് വെന്തിട്ടുണ്ട് ഇപ്പം. അപ്പം ഞാൻ അരപ്പരച്ച് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ നടുക്കായിട്ട് ഇത്രയും വെള്ളം ഉണ്ടല്ലോ ഇപ്പം, ആ വെള്ളത്തിനകത്തേക്ക് ഞാൻ ആ അരപ്പങ്ങിടാൻ പോവാം. പച്ച തേങ്ങ, പച്ച വെളിച്ചെണ്ണ, പച്ച കറിവേപ്പില, പിന്നെ ചുവന്നുള്ളി, അത് അല്പം. ഇതാണ് അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ചുവപ്പ് ചേർന്ന മഞ്ഞ കളറാണ് സാധാരണ മധ്യ തിരുവിതാംകൂറിലൊക്കെ അവിയലിൻ്റെ കളറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ മഞ്ഞളിടാൻ, കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പോൾ ഇതെല്ലാം കൂടി ഇങ്ങനൊന്ന് തട്ടിപ്പൊത്തി വെച്ച് ഇനിയും വളരെ ചെറിയ തീയിൽ ഇത് ഞാനൊന്ന് അടച്ചു വയ്ക്കുക. ആ തേങ്ങ നല്ലപോലെ ഒന്ന് വേകാനായിട്ട് മാത്രം. അപ്പോൾ അരപ്പ് വേകുമ്പോഴത്തേന് നമുക്ക് 2-3 ചുവന്നുള്ളിയും ഈ കറിവേപ്പിലയും കൂടെ ഒന്ന് ചതച്ച് വെക്കണം. ഇതൊരു നല്ല മണമാണ് കേട്ടോ. ഇതൊക്കെയാണ് അവിയലിനൊരു അരോമ കൊടുക്കുന്നത്. നമ്മുടെ അവിയൽ ഏതാണ്ട് റെഡി ആയി കഴിഞ്ഞു. ഇനിയും വെള്ളം കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീ വേണമെങ്കിൽ ഒന്ന് കുറച്ച് കൂട്ടി വെച്ചാൽ മതി, വെള്ളം അങ്ങ് പറ്റിക്കാൻ. ഇനി അരപ്പൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. കണ്ടോ, ഒന്നും കുഴഞ്ഞൊന്നും പോയിട്ടില്ല. പച്ചമുളകൊക്കെ നമ്മൾ ആദ്യമേ ഇട്ടതുകൊണ്ട് അതിൻ്റെ എരിയും
ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചോളൂ. അതിൽ നന്നായിട്ട് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കണം. തന്നെയല്ല നമുക്കിനി തൈര് ഒഴിക്കണം. ഈ തൈര് ഒഴിക്കുന്ന ഉടനെ ഫുള്ളങ്ങ് ഒഴിക്കാതെ നമ്മളതിൻ്റെ ആവശ്യം അനുസരിച്ച് ഒഴിച്ച് ഇളക്കി നോക്കിയിട്ട് ഒഴിച്ചാൽ മതി. ചെറിയൊരു പുളി മതിയല്ലോ. നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഞാൻ ഇത്രയും തൈര് ഒഴിക്കുന്നുള്ളൂ, ഇനി ഒഴിക്കുന്നില്ല. പുളി നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് ഒഴിക്കാം. അപ്പം ഇവിടെ ഏകദേശം അധ്യായം അവസാനിക്കാറായി. ഒരു ചെറിയ പരിപാടിയും കൂടെ ഇനി. തൈര് ഒഴിച്ച് കഴിഞ്ഞിട്ട് വളരെ ചെറിയ തീയിൽ ഒരു കഷ്ടിച്ചൊരു 30 സെക്കൻഡ് ഒന്ന് വെക്കണം. ആ തൈരെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരാനായിട്ടാണ്. ഇത് ഏകദേശം 30 സെക്കൻഡോളം ഞാൻ വെച്ചു. എല്ലാം എൻ്റെ പരുവത്തിന് റെഡി ആയിട്ടുണ്ട്. ഉപ്പ്, എരി എല്ലാം കറക്റ്റാണ്. പുളി എല്ലാമാണ്. ഇനി അതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ടച്ചെന്ന് ഞാൻ അരച്ച് വെച്ചിരിക്കുന്ന ചുമന്നുള്ളിയും കറിവേപ്പിലയും കൂടെ ഇതിന് മുകളിലേക്ക് ഇടുക. ഇങ്ങനത്തെ ചെറിയ ചെറിയ ലുട്ടിലുടുക്ക് പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അത് ശരിക്കും ഭയങ്കര ടേസ്റ്റിന് ഇത് ചെയ്യുന്നതാണ്. പിന്നെ ഒരല്പം പച്ച വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കുക, ഇതിന് മുകളിലേക്ക് ഒഴിക്കുക. തീ അങ്ങ് ഓഫ് ചെയ്യുക. ഇത് അടച്ച് വയ്ക്കുക. ഒരു 10-20 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കത് തുറന്ന് നോക്കി ഇളക്കാം. അപ്പോഴത്തേനും ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും നല്ലപോലെ അതിന് പരുവത്തിനായിട്ട് വെന്ത് ശരിയാവും. ഇത്രയേ ഉള്ളൂ അവിയലിൻ്റെ പരിപാടി. കണ്ടോ, ഇപ്പം ആ ഉള്ളിയും വെന്തു. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി അങ്ങി ഉപയോഗിച്ചാൽ മതി. അപ്പം ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റ് നല്ലൊരു റെസിപ്പിയുമായിട്ട് വീണ്ടും ഞാനെത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.